ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എന്താ പ്രത്യേകത സാദി? നമ്മുടെ ക്വീൻ ആൻഡ് കിങ് ഓഫ് ദ 2024. അപ്പോൾ അതിന്റെ ടാലന്റ് റൗണ്ടിന്റെ സെഗ്മെന്റ് ആയിരുന്നു. 4 ദിവസത്തെ ഗ്രൂമിംഗ് സെക്ഷൻ ആയിരുന്നു നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തിരുന്നത്. അപ്പം അതിൻ്റെ അവരുടെ അടിപൊളി ടാലൻസ് ഒക്കെ കാണാനായിട്ടുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. സാദിയെ മിസ്സാക്കി. ഞാൻ മിസ് ചെയ്തു. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഗായ്സ്. அது முடிச்சிட்டு நானே போயிடுறேன். அதுக்குள்ள என்ன ஏதாவது தொல்லை பண்ண അപ്പോൾ ഉണ്ണിമാഷും ഷാലിൻ സോയയും ഫൈസൽ റാസിയും ആയിരുന്നു ജഡ്ജസ്. ഉണ്ണിമാഷൊക്കെ ദ്വയുടെ ആരംഭം മുതലേ ദ്വയുടെ ഒപ്പമുള്ള ആളാണ്. അതുപോലെ ഷാലിൻ ഭയങ്കര സപ്പോർട്ടീവായിട്ട് കൂടെയുള്ള ഒരാളാണ്. ഫൈസൽ പിന്നെ എൻ്റെ കോളേജ് മേറ്റാട്ടോ. പോകുന്നത് ഒരു ചെറുകഥയാണ്. ആക്ച്വലി ഞാൻ കുറച്ചൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. ടാലന്റ് റൗണ്ട് ആണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോൾ ഷാലിൻ ചെന്നൈയിലേക്ക് പോകാൻ നിൽക്കുമായിരുന്നു, ഓടിയെത്തി. അപ്പൊ ഷാലിൻ പറയാനുണ്ടോ? എനിക്ക് ഒത്തിരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണത്. അപ്പൊ ഇത്ര കുറച്ച് സമയം ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയാണ് പെർഫോമൻസ്. ജഡ്ജ് ചെയ്യണം ഭയങ്കര സങ്കടം, കഷ്ടം, എങ്ങനെ ഞാൻ ഇത് ചെയ്യാന്നുള്ളത്. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. എന്നെ വിളിക്കണോട്ടോ, എന്നെ വിളിക്കണം. ഓഗസ്റ്റ് 29-ാം തീയതി 23-ാം തീയതി അപ്പം ഷാലിൻ ഉണ്ടാവും. ഒരാളോട് സ്നേഹത്തില് സംസാരിക്കാനുള്ള, ഒരു ഗ്രൂപ്പിൽ മാന്യമായിട്ട് ബിഹേവ് ചെയ്യാനുള്ളത്, ഒരു ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ അവർ നടക്കുമ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾ വരുന്നു പോകുന്നു, റിസപ്ഷനിൽ ഇരിക്കുന്നവരുടെ മുഖം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഷാലു എൻ്റെ സ്കൂൾമേറ്റ് ആണ്, ക്ലാസ്മേറ്റ് ആണ്, ട്യൂഷൻ മേറ്റ് ആണ്, നാട്ടുകാരിയാണ്. അപ്പം കുറേ നാളായിട്ട് നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം പണ്ടോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തവണ സാധിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ ബ്യൂട്ടി പേജൻ്റ് ആകുമ്പോൾ അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടസ്റ്റൻസിൻ്റെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് മേടിക്കുന്നുണ്ട്, ഒരു കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട്. എടപ്പള്ളിയിൽ റോയൽ തായങ്കരി ഹോട്ടലിലാണ് ദ്വയ ട്രാൻസ്ജെൻഡേഴ്സ് ആർട്സ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന ബ്യൂട്ടി പേജൻറ്റ് ക്വീൻ ആൻഡ് കിങ് ദ്വയ 2024 ഓഗസ്റ്റ് മാസം 23-ാം തീയതി സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ വരാൻ പോവുകയാണ്. അതിൻ്റെ ഗ്രൂമിംഗ് സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മനോഹരമായ പേജൻറ്റിൽ നിങ്ങൾ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. ഒപ്പം നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന ഈ ഷോ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ സിയോസോൺ ഓഗസ്റ്റ് 23-ാം തീയതി സിയാൽ കൺവെൻഷൻ സെൻറ്റർ അറ്റ് നെടുമ്പാശ്ശേരി. ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരു അവസരമാണ്. കാരണം ദ്വയയുടെ കിങ് ആൻഡ് ക്യൂൺ ഓഫ് ദ്വയ ആയിട്ട് വരികയാണ് ഞങ്ങൾ. അപ്പോൾ ഇപ്രാവശ്യം തകർപ്പൻ പെർഫോമൻസുകളായിരിക്കും. ഒരുപാട് സെലിബ്രിറ്റീസ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലായിട്ടുള്ള പ്രോഗ്രാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗ്രൂമിംഗ് സെക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് 4 ദിവസത്തെ ഒരു അടിപൊളി പ്രോഗ്രാം ഇപ്പോൾ നടക്കുകയാണ്. ഞങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സൊക്കെ ആക്റ്റീവായിട്ട് അങ്ങനെ ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിസ് ചെയ്യാതെ നിങ്ങൾ ഓരോന്നും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഓരോ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഫൈനൽ ഡേറ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കൃത്യമായിട്ട് വന്ന് കാണുക. അപ്പോൾ
23 ഓഗസ്റ്റ് 23 സിയാർ കൺവെൻഷൻ സെന്ററിൽ വൈകിട്ട് 5 മണിക്ക് എല്ലാവരെയും കാണാം. സീ യു സൂൺ. ഞങ്ങളെല്ലാവരും തകർത്ത പ്രോഗ്രാമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 23 സിയാറിൽ വെച്ച് നമുക്ക് എല്ലാവർക്കും ഓക്കെ, നമ്മളെ ഗ്രൂമിംഗ് സെക്ഷനാണ് നടക്കുന്നത്. ദ്വയയുടെ എല്ലാവരും ഡേറ്റ് പറഞ്ഞ പോലെ ഓഗസ്റ്റ് 23 സിയാൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് വൈകുന്നേരം 5 മണിക്ക്. അതെ, എല്ലാവരും ഉണ്ടാവണം. ദ്വയ കണ്ടക്ട് ചെയ്യുന്ന ബ്യൂട്ടി പേജന്റിന്റെ 4th സീസണാണ്. അപ്പോൾ ഈ സീസണിൽ എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവർക്ക് ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, ഗ്രൂംഡ് ആയതിനെ കുറിച്ചൊക്കെ എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ലൈഫ് സ്റ്റോറി നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ മോട്ടിവേഷൻസ് ഉണ്ടായിരുന്നു. 4 ദിവസമായിട്ടാണ് നമ്മുടെ ഗ്രൂമിംഗ് സെക്ഷൻ നീണ്ടു നിന്നത്. നമ്മുടെ നല്ല നല്ല സെക്ഷൻസ് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റി. അതുപോലെ അവരുടെ റാമ്പ് വാക്ക്, കാറ്റ് വാക്ക് ഒക്കെ കുറെ കൂടെ ബെറ്റർ ആക്കാനും നമുക്കൊരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ മോഡൽ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു. ദ്വയയുടെ പ്രസിഡന്റ് സൂര്യ ഇഷാൻ അവർക്ക് നല്ലൊരു അവരുടെ ലൈഫ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അമ്മയും അച്ഛനും എന്ന് കേൾക്കുന്നത് അത് നമ്മളെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? അത് തിരിച്ചറിയാതെ പോകുന്ന ഒരു വിഡ്ഢികളല്ലേ? അവരമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ? ആണോ? വിഡ്ഢികളല്ലേ? പക്ഷെ അവര് കാലം വിചാരിച്ചതാണ് ഇതുപോലെ ഒരു സെഷൻ എങ്ങാനും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം കുറച്ച് നേരം ചെലവഴിക്കണമെന്ന്. ആൻഡ് ഇത് എന്റെ ആദ്യത്തെ ഒഫീഷ്യൽ സെഷൻ ആണ്, ആൻഡ് അതായത് ലൈവായിട്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്റെ തുടക്കമാണ്. അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ സെഷൻസ് എടുക്കുന്ന ഒരാളാണ്. അല്ലാതെ ഞാൻ പല പരിപാടികൾക്കും ഇങ്ങനെ ഒരു പേരിൽ പോയിട്ടില്ല. അതായത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ, നിങ്ങളെ കഥ പറയാൻ ഇങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ അല്ലാതെ ഗസ്റ്റ് ആയിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ RJ ആയിട്ടൊക്കെ പോകാറുണ്ട്. എന്നെ പരിചയപ്പെട്ടില്ല. ഞാൻ റേഡിയോയില് 18 വർഷമായിട്ട് റേഡിയോ അവതാരക എന്നുള്ള നിലയിൽ ചെയ്ത ഒരാളാണ്. 18 വർഷം പ്രായം കൂട്ടരുത് അങ്ങനെ നിൽക്കുന്നത്. അതായത് പ്രൈവറ്റ് FM സ്റ്റേഷൻസ് കേരളത്തിൽ വന്ന സമയത്ത് വന്ന ഒരാളാണ്. അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കാറുണ്ട്. എനിക്ക് കണക്ക് പഠിക്കും. ശരി, അത് മുതൽ ഇന്നുവരേക്കും റേഡിയോ എന്നെ വിളിച്ചില്ലായ്മ കാണുന്നു. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നതും നിങ്ങളുടെ ആ ഒരു ചെസ്സുമറൊക്കെ വെച്ചിട്ട് ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അങ്ങനെ ആവായിക്കുക ശ്വാസം വലിച്ചെടുക്കുക. അങ്ങനെ നന്നായിട്ട് ഡീപ്പായിട്ടൊന്ന് എടുത്തേ, ബ്രത്തെടുത്തേ, നന്നായിട്ട് ഡീപ് ബ്രത്ത്. നിങ്ങൾക്കൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞു. പതുക്കെ എന്താ സുഖം അല്ലേ? ഒരു ചെറിയ പോയിന്റ് ഓഫ് ഹാപ്പിനെസ് കിട്ടിയില്ലേ? റിലാക്സേഷൻ കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. ചേച്ചിനെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഊബർ ഓടിക്കാം. അപ്പൊ ഈ രാത്രി വണ്ടിയിൽ പോകുന്ന സമയത്ത് ചേച്ചിയുടെ പാട്ടുകൾ ചേച്ചി സംസാരിക്കുന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. നീ ഓഫ് ചെയ്ത് മാറ്റാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മോട്ടിവേഷണൽ ടോക്സും അതുപോലെ തന്നെ റിസോഴ്സ് പേഴ്സൺസിനെ കൊണ്ടുവന്നിട്ടുള്ള സെഗ്മെന്റ്സും ഒക്കെ കണ്ടസ്റ്റൻസിന് കുറേ അധികം അവരുടെ ഗ്രൂം ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഡാലു മമ്മിയുടെ, അതായത് ഡാലു കൃഷ്ണദാസ് ആയിരുന്നു നമ്മൾക്ക് അവർക്ക് വേണ്ട ഗ്രൂമിങ് സെക്ഷൻ, അതായത് വർക്ക് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് കൊടുത്തത്. ഡാലു ബേബി എനിക്ക് തോന്നുന്നു ദ്വയയുടെ തുടക്കം മുതലേ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈ ഡോമിനന്റ് ലെഗ് വന്നു, സപ്പോർട്ടിംഗ് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ലെഗ് നോ മേക്ക് ഇറ്റ് ലോ. Now when I start walking with my dominant leg, walking in one line. നമ്മൾ ഹെഡ് റാമ്പിൽ വരുന്നുണ്ടല്ലോ, ഹെഡ് റാമ്പിൽ വന്ന് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് freeze with your dominant leg, keep the supporting leg and pull it back. Thank you so much for the question. എന്താണ് നിങ്ങളുടെ സൗന്ദര്യം? What's your beauty? Beauty is not an inner. 2017 ദ്വയ ആരംഭിക്കുന്നത്. അപ്പം പ്രസിഡന്റായി നിന്നിരുന്ന വ്യക്തിയായിരുന്നു ശീതൽ ശ്യാം. നിലവിൽ ദ്വയയുടെ രക്ഷാധികാരിയാണ്. അപ്പോൾ ശീതൽ മമ്മിയുടെ ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അതേ ദിവസം തന്നെ പേളി മാണിയുടെ ഒരു മോട്ടിവേഷണൽ സെഗ്മെന്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കണ്ടസ്റ്റൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് ഡേയിലായിരുന്നു ഇത് രണ്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 ക്ലാസ്സും അവർക്ക് വളരെയധികം ഇഫക്റ്റീവായി എന്ന് കണ്ടസ്റ്റൻസിൽ എല്ലാവരും പറഞ്ഞു ഒപ്പീനിയൻ കേട്ടോ. ഏതാണെങ്കിലും എത്ര വെയിലത്താണെങ്കിലും ഡാഡി എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും അത് നിന്ന് വെയിറ്റ് ചെയ്ത കല്ലെടുത്ത് സൈഡിൽ ഇടാണ്ട് ഡാഡിക്ക് പിന്നെ പോകാൻ പറ്റില്ല. പലപ്പോഴും യു ടേൺ അടിച്ചൊക്കെ വന്ന് ഡാഡി. അപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്തത്
ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ്. ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ കണ്ടു പഠിക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ എന്നേക്കുമായിട്ട് കിടക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വരുന്നത്, നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പോ നമ്മളാണ് ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗിൽ ക്ലാപ്പ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഗിവ് എ ഗുഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. സോ എന്തായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ഡേയിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത്? ഞങ്ങൾക്ക് എടുത്ത ക്ലാസ് വെച്ചാൽ ഇൻട്രഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ അവയർനെസ് ഉണ്ടായിരുന്നു, ടൈപ്പ് ഓഫ് അവയർനെസ് ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ ഗ്രൂമിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, പിന്നെ ലൈഫ് സ്റ്റോറി പറയുക. അങ്ങനെ അത്യാവശ്യം നല്ല ക്ലാസ്സുകളായിരുന്നു ഞങ്ങൾക്ക് നന്നായി. മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായി, മോട്ടിവേഷൻ ക്ലാസ്. എങ്ങനെ സംസാരിക്കാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു, കോൺഫിഡൻസ് ഉണ്ട്. All the best. Thank you so much. Thank you. So ഇന്ന് എനിക്ക് എന്ത് ടോപ്പിക് എടുക്കണമെന്നാണ്. അങ്ങനെ സന്തോഷകരമായി വളരെ ഹെൽത്തി ആയിട്ട് 4 ദിവസത്തെ ഗ്രൂമിങ് സെഗ്മെന്റ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഫിനാലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ഫോട്ടോ സെഗ്മെന്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. പറയട്ടെ, നിന്റെ ബേബി ഉണ്ടായിരുന്നു കൂടെ, നിന്റെ കൂടെ ഓടിച്ചാടി കളിക്കാനൊക്കെ പറ്റി അവിടെ. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, കാരണം ക്യാമറ വർക്കൊക്കെ നമ്മൾ ദ്വയയുടെ പേജിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കാരണം. കണ്ടസ്റ്റൻസ് അവരുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു ക്ലിയർ ചെയ്തു. അപ്പോൾ ഇനി നമുക്കുള്ളത് ഫിനാലെയാണ്. ഓഗസ്റ്റ് 23 സിയാൽ കൺവെൻഷൻ സെൻറ്റർ. ആരും മറക്കണ്ട, ദ്വയയുടെ പ്രസ്റ്റീജ് ഷോയാണ്. ഇതിന് മുൻപത്തെ ഷോയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ ഷോ അതിലും അടിപൊളിയായിരിക്കും. സോ നമ്മൾ ആദ്യമായിട്ടാണ് ട്രാൻസ്മെൻ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പേജിനും കൂടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ 4 ദിവസത്തെ ഗ്രൂമിങ് സെക്ഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് പിരിഞ്ഞത്. സോ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും വിട്ട് പെട്ടെന്ന് പോകുന്നതിൽ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഫിനാലെ അങ്ങ് അടുത്തല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.